നമസ്കാരം. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുമെങ്കിലും മാതാവിന് ചെറിയ തോതിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനാൽ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. അന്തിമ നിമിഷത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണത കൈവരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരും. തൊഴിൽ മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. ഗുരുകാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നത് ഗുണകരമായി തീരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണത കൈവരുമെന്ന് മാത്രമല്ല, പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും വഴിയൊരുക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളോടനുബന്ധമായി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൂടി സജീവ സാന്നിധ്യം വേണ്ടി വരുവാനിടയുള്ളതിനാൽ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും ശകാരം കേൾക്കുവാനിടവരുമെങ്കിലും തന്മയത്വത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും പൂയ നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.